അങ്കമാലിയിൽ കൂലി വർധന ആവശ്യപ്പെട്ട് ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന ബസ് സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. തൊഴിലാളികളും ബസ് ഉടമകളും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല. സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് റാഫി കരീമാണ് ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. പ്രദേശത്തുകൂടെയുള്ള യാത്ര ചെയ്യുന്നവർക്ക് വളരെ വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സമരം ശക്തമാക്കാനാണല്ലോ തൊഴിലാളികളുടെ തീരുമാനം. ക്രിസ്റ്റീന, തീർച്ചയായും ശക്തമായ സമരത്തിലേക്ക് രണ്ടാം ദിവസം കടക്കാനാണ് തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സമരം ആരംഭിച്ചത്. കൂലി വർധനവടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ബസ് തൊഴിലാളികൾ ഇന്നലെ ആരംഭിച്ചത്. ഒരു വിഭാഗം തൊഴിലാളികളായിരുന്നു ഇന്നലെ മുതൽ സമരത്തിൽ പങ്കെടുത്തത്. ഈ സമരം പിന്നീട് അല്പം അക്രമാസക്തമാകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ സമരത്തിന് പങ്കെടുക്കാത്ത മറ്റു തൊഴിലാളികൾ സ്വകാര്യ ബസ്സുകളുമായി സർവീസ് നടത്തിയതാണ് ഈ സമരാനുകൂലികളും ഈ യാത്രയുണ്ടായിരുന്ന ബസ് തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇതിനുശേഷം ഇന്നലെ വൈകിട്ട് ഈ ബസ്സിൻ്റെ ഉടമകളും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനാ നേതാക്കളും പോലീസും ചേർന്ന് ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ കാര്യമായ പരിഹാരം ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് രണ്ടാം ദിനവും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം തൊഴിലാളികൾ തീരുമാനിച്ചത്. പ്രധാനമായും കൂലി വർധനമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ കൂലി വർധന അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ അനുകൂലമായൊരു തീരുമാനം ഉടമകളിൽ നിന്ന് ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് സമരം വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഇന്നും ശക്തമായ സമരം നടത്താൻ തന്നെയാണ് ഈ തൊഴിലാളികളുടെ തീരുമാനം. ഒരു തരത്തിലും ബസ് സർവീസുകൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബസ് സർവീസുകൾ നടത്തിയാൽ അത് റോഡിൽ തടയുമെന്നും തൊഴിലാളികൾ പറയുന്നുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ സർവീസ് നടത്തിയ 2 ബസ്സുകളാണ് ഈ തൊഴിലാളികൾ അടിച്ചു തകർത്തത്. ഡാലിയ എന്ന ബസ്സും ഒപ്പം തന്നെ മറ്റൊരു സ്വകാര്യ ബസ്സും തൊഴിലാളികൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം പോലും ഇന്നലെ ഉണ്ടായി. എന്തായാലും സമരം കൂടുതൽ ശക്തമാകുന്നതോടെ പെരുമ്പാവൂർ, അങ്കമാലി, കാലടി, മഞ്ഞപ്പറ, ചാലക്കുടി മേഖലകളിൽ ഗതാഗതം, അതായത് ആളുകളുടെ പൊതുഗതാഗതത്തെ കാര്യമായി ഇത് ബാധിക്കും. ഈ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ജോലിക്ക് പോകാൻ ഉള്ള ആളുകളും എല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അവരുടെ യാത്രയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളാണ്. ഈ റൂട്ടിലാണ് ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതും. അപ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ ബസ് സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ മേഖലയിലെ യാത്രക്കാർ ഇന്നും വലയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.